അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഖസസുൽ ഔലിയ മലയാളം ചാനലിൽ കൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹത്തുക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, കഴിഞ്ഞുപോയ മഹാന്മാർ തുടങ്ങിയവരുടെ ചരിത്ര കഥകളാണല്ലോ. ഇപ്പോൾ നാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥയാണ് ആരംഭിച്ചിട്ടുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശത്രുപക്ഷത്തുള്ള ജനങ്ങളുടെ നേതാക്കളോട് നിങ്ങൾക്ക് എന്നെ കാണുന്നത് അരോചകമായി തോന്നുന്നുണ്ട് എന്നെനിക്കറിയാം, അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്നും ആ തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാമെന്നും എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടില്ലെന്നും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയിച്ചപ്പോൾ ശത്രുപക്ഷത്തുള്ള നേതാക്കൾ അവരുടെ അനുയായികളോട് നിങ്ങൾ നൂഹ് പറയുന്നത് കേൾക്കുകയോ അവനെ വിശ്വസിക്കുകയോ അവനെ അനുസരിക്കുകയോ ചെയ്യരുതെന്നും നിങ്ങൾ ഇതുവരെ ആരാധിച്ച് പോന്നുകൊണ്ടിരുന്ന വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്ന് തുടങ്ങിയ ഈ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഒരു കാലത്തും നിങ്ങൾ പിന്നോട്ടടിക്കാൻ പാടില്ലെന്നും അവരുടെ അനുയായികൾക്ക് അവർ നിർദ്ദേശം നൽകുകയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് വന്നുകൊണ്ട് നീ നിന്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് പിറകോട്ടടിച്ചിട്ടില്ലെങ്കിൽ, ഇത് നീ നിർത്തിവെക്കുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങളെല്ലാവരും കൂടി എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യുമെന്നും അതുകൊണ്ട് നിന്നെ ഈ നാട്ടിൽ പിന്നെ നിർത്താൻ സമ്മതിക്കില്ല, നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോടൊന്നും പ്രതികരിച്ചില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? റഹ്മാനായ അള്ളാഹ്, ഇവർ എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഇവർ പല പല കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നതിന് പുറമെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും ഇവർ വഴികേടിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, വഴികേടിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെ നീ വഴികേട് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, വഴികേട് വർദ്ധിപ്പിക്കുകയും ഇവരെ ഈ ഭൂലോകത്തു നിന്ന് നീ നശിപ്പിച്ചു കളയുകയും ചെയ്യണം റഹ്മാനെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവരെങ്ങാനും നീ ഈ ഭൂലോകത്ത് നിന്ന് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്റെ അടിമകളെ അവർ വഴിതെറ്റിച്ച് കളയുകയും സത്യനിഷേധക്കാരായ ദുർവൃത്തരെ മാത്രം അവർ ജനിപ്പിക്കുകയും ചെയ്യുമെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആലയോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എന്നോടൊപ്പം സത്യവിശ്വാസികളായി ചേർന്ന ആളുകൾക്കും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും എല്ലാവർക്കും നീ പുറത്തു നൽകുകയും അക്രമികൾക്ക് നീ ശക്തമായ ശിക്ഷ നൽകുകയും ചെയ്യണം റഹ്മാനെ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ വർഷക്കാലം രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഏത് സമയത്തും തൻ്റെ ജനതയെ രക്ഷപ്പെടുത്തിയെടുക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച് പല പ്രാവശ്യവും ദീനീ പ്രബോധന പ്രവർത്തന മേഖലകളിൽ അക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എല്ലാം സഹിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയും അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളെ ആരാധനയിൽ നിന്ന് ബിംബാരാധനയിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്ന് പലവട്ടം പറഞ്ഞെങ്കിലും അവർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അവർ ധിക്കാരപരമായിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിനെ പരസ്യമായി പരിഹസിക്കുകയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെങ്കിലും പറയുമ്പോൾ അവർ അവരുടെ കയ്യിൻ്റെ വിരലുകൾ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ചെവി പൊത്തി നടക്കുകയും അവിടുന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെങ്കിലും പറയുന്ന സ്ഥലത്ത് നിന്ന് ഓടിപ്പോവുകയും നൂഹ് നബിയിൽ നിന്ന് വർഷങ്ങൾ കഴിയുന്തോറും അകന്നകന്ന് പോവുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഇവരിൽ നിന്ന് ഇനി ആരും വിശ്വസിക്കാൻ സാധ്യതയില്ലെന്നും ഇവർ ദുർവൃത്തരായ സന്താനങ്ങളെ ജനിപ്പിച്ചുകൊണ്ട് ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യുമെന്നും ഉറപ്പിച്ച സാഹചര്യത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ കാരണം അവരിലേക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഇറക്കിക്കൊടുത്തു.
കൃഷികൾ നശിച്ചുപോയി. അതുപോലെ തന്നെ ഗർഭിണികളാകുന്നില്ല, ഒരൊറ്റ സ്ത്രീകളും ഗർഭിണികളാകുന്നില്ല, മഴ വർഷിക്കുന്നില്ല. ഇങ്ങനെ ആ നാട്ടിലുള്ള ജനങ്ങളെ ചെറിയ നിലക്ക് പരീക്ഷിച്ചപ്പോൾ അവർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറ്റപ്പെടുത്തുകയും അവനാണ് ഇതിനൊക്കെ കാരണമെന്നും അവനെ ഇല്ലായ്മ ചെയ്യണമെന്നും പറയുകയും ചെയ്യുന്നത് കേട്ടപ്പോൾ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലും അവനെല്ലാം തൗബ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും അവനോട് പറഞ്ഞ് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് നിങ്ങൾ അവനെ അനുസരിക്കുകയും അവനിക്ക് വഴിപ്പെട്ട് ജീവിക്കുകയും അവനിക്ക് വേണ്ടി മാത്രം ആരാധനകൾ അർപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു തആല മഴ വർഷിപ്പിച്ചു തരികയും നിങ്ങൾക്ക് കൃഷികൾ വർദ്ധിപ്പിച്ചു തരികയും നിങ്ങളുടെ സ്ത്രീകൾ ഗർഭിണികളാവുകയും നല്ല നല്ല കുഞ്ഞുങ്ങളെ അല്ലാഹു തആല നൽകുകയും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ അരുവികളും തോട്ടങ്ങളും ഒക്കെ അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്തും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കാരപരമായി എതിർത്തുകൊണ്ട് പരിഹസിക്കുകയും കൂക്കി വിളിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന ആ പതിവ് അവർ നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വീണ്ടും പറഞ്ഞു, അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ മടക്കപ്പെടും. ആ മണ്ണിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അതിൽ നിന്ന് പിന്നീട് ഒരിക്കൽ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന കാര്യം ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ നാം കാണുന്ന ആകാശം, ആ ഏഴാകാശം എങ്ങനെയാണ് നമുക്ക് ഒന്നായി കാണുന്നത്? ഒന്നിനു മീതെ ഒന്നായി അടുക്കുകളായി എത്ര ഭംഗിയോടെയാണ് അല്ലാഹു തആല അത് നിർമ്മിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അതിൽ അല്ലാഹു തആല സൂര്യനെ വെച്ചു, അതിൽ അല്ലാഹു തആല നക്ഷത്രത്തിനെ വെച്ചു. ആ സൂര്യനെ വെച്ചത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ്. നക്ഷത്രത്തെ വെച്ചത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് പ്രകാശം ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും അതുപോലെ ഭൂമിയിൽ എന്ത് സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ അത് ഒരു വിരിപ്പാക്കി നിങ്ങൾക്ക് മാറ്റിത്തരികയും ചെയ്തിരിക്കുകയാണ് അല്ലാഹു തആല. വിശാലമായ മാർഗങ്ങളിൽ പ്രവേശിക്കാൻ വേണ്ടി ഈ ഭൂമിയെ വിരിപ്പാക്കി തരികയും ചെയ്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ ഈ ബിംബങ്ങളെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിലേക്ക് മാത്രം ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ കൈവിടില്ല. നിങ്ങൾക്ക് അള്ളാഹു തആല രക്ഷ നൽകും. എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവൻ ബർക്കത്ത് നൽകും എന്നൊക്കെ പറയുമ്പോഴും ഇവർക്ക് ഈ പറയുന്ന ഉപദേശങ്ങളോ ഈ മരണമോ ഈ ആകാശമോ ഈ ഭൂമിയോ ഒരു ഫലവും ചെയ്തില്ല. അവർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കൂക്കി വിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് കടുത്ത പരീക്ഷണം വരാനിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വന്നത് ചെറിയൊരു പരീക്ഷണമാണ്. ഇത് തന്നെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരിക്കലും തന്നെ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുന്നതിന് മുമ്പ് നിങ്ങൾ മാറുക. എത്രയോ വർഷങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പിന്നാലെ കൂടി. ഏകദേശം 800 ചില്ലാനം വർഷം അവരെ പ്രബോധന പ്രവർത്തനവുമായി മുന്നോട്ട് പോയ നൂഹ് നബി അലൈഹിസ്സലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. സത്യനിഷേധത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് സത്യവിശ്വാസിയായി ജീവിക്കാൻ അവർക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതൊന്നും അവർ കേൾക്കാൻ തയ്യാറായില്ല. ആ സമയത്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുന്നത്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. അള്ളാഹുവിൻ്റെ ശിക്ഷ വരാൻ അടുത്തിട്ടുണ്ട്. ആ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് മാത്രം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞുകൊണ്ട് ശിക്ഷ വരും എന്ന കാര്യം അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ശിക്ഷ അടുക്കാറായിട്ടുണ്ട്. അതിനെയും അവർ പരിഹസിക്കുകയാണ്. അവർ എന്താണ് പറഞ്ഞത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ശിക്ഷ എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.